സുമി ചേച്ചി, അതായത് നമ്മുടെ പുതിയൊരു സംഭവം വരാൻ പോവാണ്. ചിലപ്പോ നമ്മൾ ഇതിന്റെ മുന്നത്തെ ടോപ്പ് സിംഗറിന്റെ മുന്നത്തെ സീസണിലൊക്കെ ഇത് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ സീസൺ 5 ഇത് ആദ്യമാണ് നമ്മുടെ ഫാമിലി റൗണ്ട്. MG ഞങ്ങളൊക്കെ നല്ലോണം അറിയാം. എന്ന് വെച്ചാൽ ഫാമിലിയിൽ എല്ലാരും പെർഫോം ചെയ്യും. അപ്പൊ നമ്മുടെ സെബക്കുട്ടിയും ഫാമിലി നടത്തുന്നത്. സോ ലെറ്റ്സ് വെൽക്കം സെബ മൂൺ ആൻഡ് ഫാമിലി ഓൺ സ്റ്റേജ്. ഹലോ ഹലോ. കൊള്ളാലോ, ഒരു വെറൈറ്റി ഉടുപ്പാണല്ലോ. നല്ല രസം. അപ്പൊ മോളെ ഏത് പാട്ടാ പാടുന്നേ? ദേവദൂതർ പാടി. ദേവദൂതർ പാടി. അപ്പൊ എന്താണ് സീക്വൻസ്? അച്ഛനുണ്ടോ അമ്മയുണ്ടോ അതോ? അച്ഛനുണ്ട്, അമ്മയില്ല. അമ്മ പെർഫോം ചെയ്യുന്നില്ലേ? അമ്മയ്ക്ക് അവിടെ കടയിലേക്ക് നിക്കണം. മത്സരം കഴിഞ്ഞാലും കട വേണേ. അതെ. വേറെ ആരെങ്കിലും വന്നിട്ടുണ്ടോ? അച്ഛൻ പിന്നെ റിലേറ്റീവ്സ് ഉണ്ട്. റിലേറ്റീവ്സ് ഉണ്ട്. ഓക്കേ, മൊത്തം ഒരു കലക്ക് കലക്കാൻ പോവാണ് അല്ലേ? ബാക്കി ഡീറ്റെയിൽസോ? പാടിയത് യേശുദാസ് സാർ. അപ്പൊ ദേവദൂതരല്ലേ? അല്ല, ഓക്കേ, അത് കലക്കി. അങ്ങനെ വല്ലപ്പോഴെങ്കിലും ഒരെണ്ണം പറഞ്ഞല്ലോ. കൃഷ്ണചന്ദ്രൻ സാർ, പിന്നെ രാധിക മാം, ലതിക മാം. വെരി ഗുഡ്. മ്യൂസിക് ഔസേപ്പച്ചൻ സാർ, ലിറിക്സ് ONV കുറുപ്പ് സാർ. ഫിലിം വർഷം 1985. ഫിലിം കാതോട് കാതോരം. വെരി ഗുഡ്. അപ്പൊ നമ്മള് ആകാംക്ഷ ഭരിതരായിട്ടിരിക്കുകയാണ് ഞങ്ങൾ. മാത്രമല്ല നമ്മുടെ പ്രേക്ഷകർ എന്താണ് ഈ ഫാമിലി റൗണ്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, ആരെങ്കിലും വന്ന് വളിപ്പാട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മള് അപ്പൊ പോരട്ടെ, തുടങ്ങല്ലേ? റെഡി? ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സർ. Nisa, Nisa,
സൂപ്പർ. വെരി ഗുഡ്. ഫാമിലി മെമ്പേഴ്സ് സൂപ്പർ. സെബകുട്ടി എന്തോ സർ? നന്നായിട്ട് പാടി കേട്ടോ. താങ്ക് യു സർ. 90, 95, 96, 97% ഭാഗങ്ങൾ അതിമനോഹരമായിട്ട് പാടി. 1000 വർണ്ണങ്ങൾ കൂടെ വന്നു. പിന്നെ അഴകാർന്നൊരാടകൾ നെയ്തു തന്നു. ആ 2 ലൈനാണ് മോക്കൊരു ചെറിയ ഷിവറിങ് വന്നത്. ബാക്കിയെല്ലാം വളരെ നന്നായിരുന്നു. കാരണം ഈ ഒരുപാട് താള വ്യത്യാസങ്ങളുണ്ട്, പിന്നെ ഒരുപാട് പ്രോഗ്രഷൻസ് ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അതെല്ലാം നല്ല കൃത്യമായിട്ട് തന്നെ എടുക്കുകയും പാടുകയും ചെയ്തു. പിന്നെ ഇവരുടെയൊക്കെ അഭിനയം ഒരു രക്ഷയില്ല. ഒരാള് സെമിനാരിൽ നിന്ന് ചാടി ഇവിടെ എത്തിയിട്ടുണ്ട്. അയ്യോ കറക്റ്റ് ശരിക്കും അച്ഛന്റെ പോലെ ഉണ്ട്. പക്ഷെ ഒരുപാട് ജോലിയായിരുന്നല്ലേ. ഒരു തരം അവരെ കൊണ്ടുനിർത്തുന്നു, പിന്നെ ഇങ്ങോട്ട് പോകുന്നു, തിരക്കായിരുന്നു, അങ്ങോട്ട് busy പോകുന്നു, life. ഇങ്ങോട്ട്. പിന്നെ നിങ്ങൾ രണ്ടുപേരും ആരാണ്? സെബയുടെ എന്റെ മമ്മിയുടെ കസിന്റെ മക്കള്. അദ്ദേഹം കസിൻ സിസ്റ്റർ. സിസ്റ്റർ. കസിൻ സിസ്റ്റർ ആണ്. ഇതറിയ അച്ഛനാണ്. 2 തരത്തില്. 2 തരത്തില് അയ്യോ ടീച്ചറിന്റെ കസിനാണ്. കസിനാണ്. യഥാർത്ഥത്തില് സിസ്റ്റേഴ്സ് അല്ലല്ലോ അല്ലേ? അല്ലല്ലോ. കസിനാ കസിൻ. ഓക്കെ, ചേട്ടൻ കസിനാണ്. കസിൻ. അപ്പൊ എന്തുകൊണ്ട് നന്നായിരുന്നു നിങ്ങളുടെ കുടുംബം മുഴുവൻ നിന്നിട്ട് ഇങ്ങനെ ഒരു പാട്ട് പാടാൻ കിട്ടിയത് നിങ്ങളുടെയും കൂടെ ഒരു ഭാഗ്യം. അതെ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ ലോകം മുഴുവൻ കാണുന്ന ഒരു ഷോയാണ് ടോപ്പ് സിംഗർ. അമ്മ കടയിലാണെന്ന് പറഞ്ഞു, കാരണം കച്ചവടം മുടങ്ങി പോകുമല്ലോ. അത് കാരണം അച്ഛനും വന്നു, ശരിക്കും പള്ളിയിൽ അച്ഛനുമായി. വേണ്ട. അപ്പൊ എന്തുകൊണ്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ ടോട്ടൽ. പിന്നെ നമ്മുടെ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു. ക്രിസ്മസ് പാപ്പ വന്നിട്ട് അയ്യോ ക്രിസ്മസ് പാപ്പ ചേച്ചി പാപ്പനെ അത് കണ്ടപ്പോ ഇങ്ങനെ ഒരു തള്ളി അതെ, അതെ, അതെ. ഒരു ബ്രേക്ക് ഡാൻസ് കളിക്കുന്ന ബ്രേക്ക് പാപ്പ. ഡാൻസ്. അതെ അതെ അതെ. 1 മിനിറ്റ് കണ്ടേ ഉള്ളൂ, പക്ഷെ എങ്ങോട്ടോ പോയി വന്നു. സെബക്കുട്ടി, എന്തോ മാം? സെബക്കുട്ടിയുടെ ഫാമിലിക്ക് ആദ്യം തന്നെ വലിയൊരു താങ്ക്സ് അറിയിക്കുന്നു. കാരണം ഇങ്ങനെ ഒരു ഫാമിലി റൗണ്ടിൽ ഇച്ചിരി സെക്കൻഡുകൾ നിങ്ങളെ കാണിക്കുന്നുള്ളൂ, പക്ഷെ അതിന്റെ ഒരു വാല്യൂ ഭയങ്കര. പക്ഷെ എന്നാലും സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ പല കാര്യങ്ങളും മാറ്റി വെച്ച് എല്ലാവരും കൂടെ നമ്മുടെ ഫാമിലിയിൽ ഒരു കൊച്ചിന് വേണ്ടി ഞങ്ങൾ സപ്പോർട്ട് ചെയ്തില്ല പിന്നെ ആര് സപ്പോർട്ട് ചെയ്യും എന്നുള്ള മനസ്സിൽ അങ്ങനെ കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കുടുംബം ഉണ്ടെങ്കിൽ അതിനപ്പുറം വലിയൊരു സന്തോഷമില്ല, ഒരു സമ്പത്തില്ല. ഈ പാട്ട് മോളായതുകൊണ്ട് എത്ര ഭംഗിയായിട്ട് അത് ഹാൻഡിൽ ചെയ്ത്. കാരണം ഇന്നു നിന്റെ അത് കഴിഞ്ഞിട്ട് അതിന്റെ ട്യൂണല്ല 1000 വർണ്ണങ്ങൾ, അത് കഴിഞ്ഞിട്ട് ആ ട്യൂണും അല്ല അതിന്റെ അടുത്ത വരുന്നത് പൊന്നും തേനും പൂത്താലി എന്നും പറഞ്ഞ് 3 സ്റ്റാൻസ് 3 ഡിഫറെന്റ് ട്യൂണില്ല അതിന്റെ താളം മാറുന്നു. പിന്നെ അതിന്റെ കോറസ് വരുന്നതും ഇതിന്റെ റിപ്പീറ്റേഷൻ എല്ലാം നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കി എഴുതി വെച്ചാൽ പോലും നമുക്ക് തെറ്റിപ്പോവും. അപ്പൊ അങ്ങനെയുള്ളപ്പോ മോള് കറക്റ്റായിട്ട് മറിയാതെ കറക്റ്റായിട്ട് പാടി കേട്ടോ. സൂപ്പർ സെബക്കുട്ടി. സെബക്കുട്ടിയുടെ അച്ഛന്റെ ഉഗ്രം പാട്ടാന്നൊക്കെ കേട്ടിട്ടുണ്ട്. 2 പേര് കേൾക്കണം നമുക്കുണ്ട്. മധുചേട്ടന്റെ കൂടെ കമന്റ് കഴിഞ്ഞിട്ടാണെങ്കിലും മതി. എല്ലാരും അറിഞ്ഞു എന്ന കാര്യം. അല്ല ഈ കല്യാണ വീടുകളിലൊക്കെ പോകുമ്പോ അതിനിപ്പോ എന്താ? ഏകദേശം എത്ര മണിയാ? ഒരു 11:30 മണിയാ? 11 മണി ചെയിൻ സോങ് ഒക്കെ ഇല്ലേ, അതെത്തുമ്പോ നമുക്ക് കയറി പാടാലോ, ആർക്കും പാടാലോ, അത്രേ പാട്ടുള്ളൂ. അല്ല എന്നാലും അത് 11:30 പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ. പാടിക്കോ പാടിക്കോ. ഏത് 2 പേര് ലിറിക്സ് ലോഹക്കിടയില. ഞാനൊന്ന് ലിറിക്സ് എടുത്തോണ്ട് ഒറ്റ പോക്കല്. ഖദീജ കൺമണി നീയൻ കരം പിടിച്ച കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. കൺമണി നീയൻ കരം പിടിച്ചാൽ കണ്ണുകളെന്തിനു വേറെ, എനിക്കു കണ്ണുകളെന്തിനു വേറെ. സൂപ്പർ സൂപ്പർ Beautiful, സൂപ്പർ. beautiful. അതിന്റെ സ്റ്റാർട്ടിങ്ങിലേ ഖദീജ എന്ന് വെച്ചപ്പോ നമ്മളെ ഇവിടെ ഒരാൾ എന്താ അല്ല ഞാൻ വിചാരിച്ച എന്താണ്, പക്ഷെ അത് ഖദീജന്ന് ഇച്ചിരി എക്സ്റ്റെൻഡ്. ഖദീജ അദ്ദേഹം പാടിയപ്പോഴേ ഖദീജ പാട്ട് അസലായിരുന്നു കേട്ടോ, അസലായിട്ട് പാടി. അതെ. അപ്പൊ ഇതന്നെ മുമ്പോട്ട് 11:30 വേണ്ട 7 മണിക്ക് പാടിക്കും. സെബാക്കുട്ടി എന്തോ സർ? അസലായിട്ട് പാടി, ഉഗ്രനായിട്ട് പാടി. ആ 1000 വർണ്ണങ്ങളും അഴകാർന്ന ബേസ് നോട്ട് കിട്ടാത്തതിന്റെ ഒരു ബുദ്ധിമുട്ട് മാത്രമേ എനിക്ക് ഫീൽ ചെയ്തുള്ളൂ. പിന്നെ അത് കൂടാതെ ഒരു സ്ഥലത്ത്
ഇന്നു നിന്റെ പാട്ടു തേടി കൂട്ടു തേടിയാരോ തേടിയാരോ എന്നുള്ളത് കുറച്ചൊരു ലാഗ് വന്നു അല്ലേ ആ ചെറുതായി അല്ലേ അത് മാത്രമേ എനിക്ക് തോന്നിയുള്ളൂ. വേറെ ബാക്കിയെല്ലാം വളരെ മനോഹരമായിട്ട് പാടി. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് എല്ലാം നല്ല പ്രകടനമാണ് കാഴ്ചവെച്ചത്. എല്ലാവരും എന്തായാലും കൊള്ളാം. കൺഗ്രാജുലേഷൻസ്, താങ്ക് യു ഓൾ ദ സർ. ബെസ്റ്റ്. താങ്ക് യു. അപ്പൊ സെബക്കുട്ടി എന്തോ സർ? 1 മാർക്ക് അച്ഛന് കൊടുത്തേ പറ്റൂ. താങ്ക് യു സർ. 98 മോക്കും. സോ ഇറ്റ്സ് 99 ഔട്ട് ഓഫ് 100. താങ്ക് യു സർ. താങ്ക് യു സർ. ആദ്യ ഒരു ഫാമിലി പുകിലേ. താങ്ക് യു സർ. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് കേട്ടോ. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ്. ബൈ. ദേവദൂതർ പാടി സ്നേഹദൂതർ പാടി